ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखांश हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांध राधा कांध नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे कृष्ण। ഇപ്പോ നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6ാമത്തെ ചാപ്റ്റർ 31ാമത്തെ ശ്ലോകം അല്ലേ? സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമാസ്ഥിതഃ സർവതാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. निशा माता जी। हरे कृष्ण प्रभु जी। हरे कृष्ण। सर्वभूतस्थितं यो मां भजते कत्वमास्थितः सर्वदा वर्तमानोऽपि स योगी मयि वर्तते. And Prabhu, translation. Hare Krishna Prabhu. Such a yogi who engage in the worshipful service of the super soul, knowing that I and the super soul are one, remains always in me in all circumstances. Very good. Such a yogi who engages in the worshipful service of the super soul, knowing that I and the super soul are one, remains always in me in all circumstances. Nisha Mataji, ഇതിന്റെ അർത്ഥം എന്താ? ഞാനും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി എന്നിൽ തന്നെ ജീവിക്കുന്നു. ഞാനും പരമാത്മാവും ഒന്നാണെങ്കിൽ എന്തിനാ സേവനം? യോഗിയായി വർഷിപ്പ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഇപ്പൊ ഞാൻ രണ്ടുപേരും തുല്യരാണ്. ഓക്കെ, ഞാനും പരമാത്മാവും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരാൾക്ക് എന്തിനാണ് അവിടെ സേവനം വരുന്നത്? ഒരാള് മീതെ ഒരാൾ താഴെ വരുമ്പോഴല്ലേ സേവനം വരുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? ഐ ആൻഡ് ദ സൂപ്പർ സോൾ ആർ വൺ എന്നതിന്റെ അർത്ഥം? super soul which comes from the God only, Prabhu. എന്താ പ്രഭുജി? സൂപ്പർ സോൾ വരുന്നത് കൃഷ്ണന്റെ അടുത്തുനിന്നാണല്ലോ. ഓക്കെ, നമ്മളും കൃഷ്ണന്റെ അടുത്തുനിന്നല്ലേ വരുന്നത്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ കണികകളാണ്, അല്ല എന്റെ പാട്ടൻ പാസലാണ്, അംശമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളും ഭഗവാന്റെ തന്നെ അംശങ്ങളല്ലേ? അപ്പോ ഇവിടെ ഈ പറയുന്നതിന്റെ പ്രസക്തി എന്താ? ഐ ആൻഡ് ദ സൂപ്പർ സോൾ ആർ വൺ. ജിഷ മാതാജി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതായിരിക്കും. അതായത് ഞാനും പരമാത്മാവും ഭഗവാന്റെ ഗുണങ്ങൾ ഒന്നാണ്. പരമാത്മാവിലുള്ള എല്ലാ ഗുണങ്ങളും എന്നിലുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് അത് നമ്മളിൽ അടങ്ങിയിരിക്കുന്നതെന്ന തത്വം മനസ്സിലാക്കാതെ പറയുന്നതുകൊണ്ടായിരിക്കും. നമ്മളും ഭഗവാനും ഒന്നാണെന്ന് എന്താ മനസ്സിലാക്കണം വെച്ചാൽ നമ്മളുടെ ഗുണങ്ങളിൽ
നമ്മുടെ ഗുണം ഭഗവാന്റെ ഗുണം നമ്മുടെ ഗുണം ഒന്നാണ്, സച്ചിദാനന്ദ. പക്ഷെ അതിന് അളവില് വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു തുള്ളി വെള്ളം സമുദ്രം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും വെള്ളമാണ്, പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ സെയിം ആണ്. ഓക്കെ, നേരെ മറിച്ച് സമുദ്രത്തിന്റെ ക്വാണ്ടിറ്റിയും ആ ഒരു തുള്ളിയുടെ ക്വാണ്ടിറ്റിയും ഒന്നാണോ? അല്ല. അപ്പൊ അതുകൊണ്ടാണ് റിമെയിൻസ് ഓൾവേസ് ഇൻ മീ ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. അപ്പൊ ആ മീ ഭഗവാനാണ്. സോ ഈസ് ഓൾവേസ് സുപ്പീരിയർ ടു അസ്, ഓൾ ഓഫ് us, ഓൾ ദ ലിവിങ് എൻറ്റിറ്റീസ്. ഓക്കെ, നമ്മളെക്കാട്ടിലും എത്രയോ ഉന്നത തലത്തിൽ നിൽക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാന്റെ നമ്മുടെയും ആത്മാവിന് യാതൊരു വ്യത്യാസമില്ല, എല്ലാം സച്ചിദാനന്ദമാണ്. നമ്മളുടെ ശരീരം ഭൗതിക ധാതുക്കളെ കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു. ഭഗവാൻ അങ്ങനത്തെ ഒരു ശരീരമില്ല, ഭൗതിക വസ്തുക്കളെ കൊണ്ട് ആവരണം ചെയ്ത. ഭഗവാൻ എല്ലാം സച്ചിദാനന്ദമാണ്. നമ്മുടെ ആത്മാവ് മാത്രമേ സച്ചിദാനന്ദമായിട്ടുള്ളൂ. ആ സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിന്റെയും സച്ചിദാനന്ദമായിട്ടുള്ള പരമാത്മാവിന്റെയും ഗുണങ്ങൾ ഒന്നാണ്. പക്ഷെ അതിന്റെ അളവിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എപ്പോഴും നമിക്കുന്ന, എപ്പോഴും ഭജിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ തുല്യനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തുല്യരാണെങ്കിൽ ഒരാളെ എന്തിനു പുകഴ്ത്തണം, എന്തിനാ ഒരാളെ ഭജിക്കണം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും ഭഗവാനാണ്. പക്ഷെ ഭഗവാന്റെ സെയിം ക്വാളിറ്റി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, പക്ഷെ കുറഞ്ഞ അളവിൽ എന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ സാധാരണ ആൾക്കാർ ഇത് വായിക്കുമ്പോ ഞാനും ഭഗവാനും ഒന്നാണ് എന്ന് വിചാരിക്കും. അപ്പൊ അതിൽ വ്യത്യാസമില്ല. അപ്പൊ ഞാനും ഭഗവാൻ ഒന്നാണ്, ഞാനും ഭഗവാനാണ്, നിങ്ങളും ഭഗവാനാണ്. നിങ്ങൾ 2 മിനിറ്റ് സംസാരിച്ച് താഴെ ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ സൈൻ ചെയ്തിട്ട് വരാം കേട്ടോ. സംസാരിച്ചത് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പൊ നിഷമാതാജിക്ക് ക്ലിയർ ആയോ എന്താണ് അതിന്റെ വ്യത്യാസം എന്ന്? അല്ല പ്രഭുജി, അത് മനസ്സിലായി. പക്ഷെ ഇവിടെ യോഗികളായിട്ട് എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല എനിക്ക്. അപ്പൊ നമ്മുടെ ധ്യാനയോഗത്തിനെ പറ്റിയല്ലേ പ്രതിപാദിക്കുന്നത് ഈ ചാപ്റ്റർ? എന്താണ് ധ്യാനയോഗം അല്ലേ? അപ്പൊ യോഗികള് ആരെയാണ്, അതായത് ധ്യാന യോഗികള് ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? പരമാത്മാവിനെ. ഓക്കെ, ആ പരമാത്മാവും ഞാനും തമ്മിൽ വ്യത്യാസമില്ല എന്നറിയുന്ന ആളാണ് പറയുന്നത്. സച്ച് എ യോഗി ഹു എൻഗേജസ് ഇൻ ദ വർഷിപ്ഫുൾ സർവീസ് ഓഫ് ദ സൂപ്പർ. ആരെ വർഷിപ്പ് ചെയ്യുന്നു? പരമാത്മാവിനെ വർഷിപ്പ് ചെയ്യുന്നു. എന്താ അവരറിയുന്നത്? ഞാനും, അതായത് താനും പരമാത്മാവായിട്ട് എല്ലാം ഒന്നാണ്. എല്ലാ സമയത്തും ആ യോഗി എന്നെ പ്രാർത്ഥിക്കുന്നു, ഭജിക്കുന്നു. അതായത് പ്രഭുജി, കൃഷ്ണ ഭഗവാൻ പറയാണ്, ഞാനും കൃഷ്ണ ഭഗവാൻ തന്നെ പറയാണ്, ഞാനും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുന്ന യോഗി പരമാത്മ രൂപത്തിൽ എന്നെ പ്രാർത്ഥിക്കുന്നു. Okay, okay. Yes, right. Okay. Knowing that I and the super soul are one. Yes. Yeah, that is a right understanding. Correct. അതായത് ഭഗവാൻ പറയുന്നതാണ്, I and the super soul are one, remains always in me in all circumstances. ഞാൻ and super soul, അതായത് എന്റെ എക്സ്പാൻഷനായ പരമാത്മാവ് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ നമ്മളും ഭഗവാനുമായിട്ട് യാതൊരു അന്തരമില്ല എന്റെ ക്വാളിറ്റിയില്. ഒരു മിനിറ്റ്. ഇടയ്ക്ക് 1-2 കോൾ വന്നതാണ്. ഓക്കെ, അപ്പൊ ഏതേച്ച അംശ കലാപുംസാം കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അപ്പോ എന്റെ അംശം കല, അതായത് പോർഷൻ ഓഫ് ദ പോർഷൻ, പ്ലനറി പോർഷൻ എന്നൊക്കെ പറയില്ലേ, അംശത്തിന്റെ അംശം. പക്ഷെ ആരാണ് സ്വയം? ഭഗവാൻ കൃഷ്ണ. അവിടെ വേറെ വിഷ്ണു എന്നും പറഞ്ഞില്ല. സുഖദേവ ഗോസ്വാമിക്ക് വേണമെങ്കിൽ പറയായിരുന്നു വിഷ്ണുസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നില്ല അല്ലെ? അല്ലെങ്കിൽ വേറെ വല്ല പേരും അവിടെ ഉണ്ടായിരുന്നു, ശിവൻ എന്ന് പറയായിരുന്നു, വേറെ ഒന്നും പറഞ്ഞില്ല. അതേപോലെ നമ്മുടെ ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചപ്പോഴും എന്താണ് പ്രാർത്ഥിച്ചത്? അല്ല, ഗജേന്ദ്രൻ എന്താണ് പ്രാർത്ഥിച്ചത്? എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന പരമാത്മാവായ ഭഗവാനെ എന്നെ രക്ഷിച്ചാലും. അവിടെ കൃഷ്ണ എന്ന് പറഞ്ഞില്ല, വിഷ്ണു എന്ന് പറഞ്ഞില്ല, ഗണപതി എന്ന് പറഞ്ഞില്ല, ബ്രഹ്മാവ് എന്ന് പറഞ്ഞില്ല, ഒരാളെയും എടുത്ത് പറഞ്ഞില്ല. എല്ലാവരുടെയും ദേഹത്തില് ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവായിട്ടുള്ള ആ ഭഗവാനെ എന്നെ വന്ന് രക്ഷിച്ചാലും.
കാണിച്ചാൽ ഗജേന്ദ്രനാണ്, മനുഷ്യരൂപത്തിലല്ല. മനുഷ്യരൂപത്തിലാണെങ്കിൽ പറയായിരുന്നു വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ ശിവ എന്ന് പറഞ്ഞിട്ട് വിളിക്കായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും അറിവില്ല ആരാണ് ആ പരമാത്മാവാണ്. അപ്പൊ ആരാണ് വന്നത്? അവിടെ ബ്രഹ്മാവ് വന്നില്ല, ശിവൻ വന്നില്ല, ഗണപതി വന്നില്ല, അയ്യപ്പൻ വന്നില്ല, ബാബ വന്നില്ല, അമ്മ വന്നില്ല, ആരും വന്നില്ല. ആരാണ് വന്നത്? ആരാണ് വന്നത്? അപ്പൊ അവിടെ പരമാത്മാവ് എന്നുള്ള രൂപത്തിലായിരിക്കില്ലേ പ്രഭുജി അവര് തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? അല്ല, പരമാത്മാവ് ആനയുടെ രൂപത്തിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവുമോ? അല്ല, ആന പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പൊ അതൊന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? പരമാത്മാവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ് ഇതിന്റെ ശരിക്കുള്ള രൂപം എന്താണ് അപ്പൊ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോ എന്തുകൊണ്ട് മറ്റുള്ളവരാരും ഇത് വെളി കേട്ടില്ല, ആരും ക്ലെയിം ചെയ്തില്ല ഞാനാണ് പരമാത്മാവെന്ന്? അപ്പോ പരമശിവൻ പരമാത്മാവായിട്ട് കൂടികൊള്ളുന്നുണ്ടെങ്കിൽ പരമശിവനല്ലേ വരേണ്ടത്? അല്ലെങ്കിൽ ബ്രഹ്മാവാണെങ്കിൽ ബ്രഹ്മാവല്ലേ വരേണ്ടത്? അപ്പൊ ഇതൊന്നും ആരും ക്ലെയിം ചെയ്തില്ല താനാണെന്നുള്ളത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ ആ പൊസിഷൻ വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെ സ്വയം ഭഗവാൻ തന്നെ വന്നു. ആ ഗരുഡന് മുന്നേ വന്നു എന്നുള്ളതാണ്. അത് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, ഒരുങ്ങാനൊന്നും സമയമില്ല. എന്നിട്ട് ആദ്യം ആർക്ക് മോക്ഷം കിട്ടി? എന്താ കാരണം? വിളിച്ചത് ആരാണ്? വിളിച്ചത് ആരാ? ഗജേന്ദ്രൻ. മോക്ഷം ആർക്ക് കിട്ടി ആദ്യം? മുതലയ്ക്ക് കിട്ടി. ആ കാരണം എന്താ? അതായത് ഒരു ഭക്തന്റെ കാല് പിടിച്ച് കൊണ്ട് ആ ഭക്തന്റെ കാല് പിടിച്ച്, അതായത് ടേക്കിംഗ് ഷെൽട്ടർ, ആ ഒരു നിലയില് മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുത്തു. ആരാണ് ഈ ഗജേന്ദ്രൻ? ആരായിരുന്നു അതിന്റെ മുമ്പത്തെ ഇതില്? ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ രാജാവ്. ഓക്കെ, ഇന്ദ്രദ്യുമ്നൻ പറഞ്ഞ ഒരു നല്ലൊരു രാജാവായിരുന്നു. ഓക്കെ. പിന്നെ ഈ മുതലേ പറഞ്ഞ ഒരു ഗന്ധർവൻ. ഓക്കെ. അന്ന് ഇംഗ്ലീഷുകാരുടെ പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ പറഞ്ഞ? അന്നും ഇംഗ്ലീഷുകാരുടെ പേരൊക്കെ ഉണ്ടായിരുന്നു പ്രഭുജി. അങ്ങനെ അവർ രണ്ടുപേർക്കും മോക്ഷം കിട്ടി. അപ്പൊ ഈ മുതല ഗജേന്ദ്രന്റെ കാല് പിടിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു. ഓക്കെ, അതേപോലെ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനാണ് ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ്. ഹി ഈസ് ദ സുപ്രീം പേഴ്സൺ എന്ന് നമുക്ക് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി, ഇപ്പൊ ഇത് ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഡയറക്ട്ലി ഭഗവത്ഗീതയിലെ ഉടനീളം അദ്ദേഹം തന്നെ പറയുന്നത് ഞാനാണ്. ഐ. അതൊരു അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. ബിക്കോസ് ഈസ് എപ്പോഴും പറയുന്നല്ലോ, ഒരു ഓഫീസിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അച്ഛാ ഈ ഓഫീസിലെ CEO ആരാണ്? അപ്പൊ റിസപ്ഷനിൽ ചോദിക്കും. അപ്പൊ അവിടെ ആ ക്യാബിനിലാന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞോട്ട് അക്കൗണ്ടിനെ കാണണം. സിഇഒന്റെ ഓഫീസ് എവിടെ? അപ്പൊ അവിടെ ക്യാബിനിലാന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ സിഇഒന്റെ അടുത്ത് വെച്ചിട്ട് യു ആർ ദ CEO വെച്ചാൽ യെസ് ഐ ആം ദ CEO. വയല അഹങ്കാരം ഉണ്ടോ? ഇല്ല. അദ്ദേഹം CEO ആവണ്ടല്ലേ പറയുന്നത്. അപ്പോ ഭഗവാൻ ആവുന്നതുകൊണ്ടാണ് ഭഗവാൻ ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഐ ആം ദ ലോർഡ് ഓഫ് ഓൾ ലോർഡ്സ്. ഒരുപാട് ഈശ്വരന്മാരുണ്ട്. ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈശ്വരന്മാരുണ്ട്. എല്ലാവരും കൺട്രോളറാണ്. നമ്മളും ഈശ്വരനാണ് അല്ലേ? നമ്മൾ ഈശ്വരനല്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. നമ്മളും കൺട്രോൾ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ പല കാര്യങ്ങളും നമ്മൾ ഒരു സർട്ടൻ ലെവൽ വരെ കൺട്രോൾ ഉണ്ട്. പക്ഷെ നമ്മൾ സുപ്രീം കൺട്രോളർ ആണോ? അല്ല. അപ്പൊ ആ സുപ്രീം കൺട്രോളർ ഒന്നേ ഉള്ളൂ. അതാണ് പരമപുരുഷോത്തം ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ആ ശ്രീകൃഷ്ണനെ ആ ശ്രീകൃഷ്ണന്റെ എക്സ്പാൻഷനായ പരമാത്മാവിനെ ഭജിക്കുക എന്നാണ് പറയുന്നത്. So, a yogi who is practicing meditation on the super soul sees within himself the plenary portion of Krishna as Vishnu. അപ്പൊ ആരാണ് വിഷ്ണു ഇവിടെ? കൃഷ്ണന്റെ ഒരു പ്ലിനറി പോർഷൻ.
okay, with 4 hands holding conch shell, wheel, club and lotus flower. ഇതാണ് വൈകുണ്ഠ ലോകത്തിലെ നാരായണ ഭഗവാന്റെ സിമ്പിൾ ആണത്. ശംഖചക്ര ഗദാ പദ്മ. The yogi should know that Vishnu is not different from Krishna. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃഷ്ണനും വിഷ്ണുവായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൃഷ്ണനും വിഷ്ണുവുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഈ ഒറ്റ വ്യത്യാസം, സെയിം ആള് വീട്ടിൽ എങ്ങനെ പെരുമാറുന്നു അതേ ആള് ഓഫീസിൽ എങ്ങനെ പെരുമാറുന്നു. വീട്ടിൽ പെരുമാറുന്ന ആള് കൃഷ്ണനും ഓഫീസിൽ പെരുമാറുന്ന ആള് വിഷ്ണു. ഈ വ്യത്യാസമുള്ളൂ. അറ്റയറിൽ വ്യത്യാസം, ആ കുറച്ച് ബിഹേവിയർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ ഓഫീസിലാവുമ്പോൾ കുറച്ച് എക്സിക്യൂട്ടീവ് ആയിട്ട് കുറച്ച് അങ്ങനെ കളി തമാശ ഒന്നുമില്ല, ടൈറ്റ് ലിപ്റ്റ്, അങ്ങനെ അനാവശ്യമായിട്ട് കളി ചെയ്യുന്നില്ല. നേരെ മറിച്ച് വീട്ടിൽ അങ്ങനെ ആയിരിക്കും. കുട്ടികളായിട്ടും ഭാര്യയും ഭർത്താവും ഭാര്യയും മറ്റുള്ള ബന്ധുക്കളായിട്ട് എങ്ങനെ നമ്മൾ ഇടപഴകുന്ന വളരെ ഫ്രീ ആയിട്ട് കാഷ്വൽ അല്ലേ. മറ്റു ഓഫീസിലാവുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ആ ഒരേ ഒരു വ്യത്യാസം, സെയിം ആള് ഇൻ ഡിഫറെന്റ് യൂണിഫോം. ഈ ഒറ്റ വ്യത്യാസമുള്ളൂ. So furthermore, Vishnu is not different from Krishna. Krishna is the form of super soul is situated in everyone's heart. Furthermore, there is no difference between the innumerable super souls present in the innumerable hearts of living entities, nor is there a difference between a Krishna conscious person always engaged in the transcendental loving service of Krishna and a perfect yogi engaged in the meditation of the super soul. Okay. Apo ഒരു കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു ഭക്തനും ധ്യാനം ചെയ്യുന്ന യോഗിക്കും എല്ലാം ഒരേ ഒരു ഭഗവാനുണ്ട്. അത് കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു ഭക്തൻ എന്ത് ചെയ്യുന്നു? ശ്യാമസുന്ദരൻ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ രൂപത്തിനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ യോഗികള് ആ കൃഷ്ണ ഭഗവാന്റെ എക്സ്പാൻഷനായ പരമാത്മാവിന് ഭജിക്കുന്നു. ഈ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. So the yogi in Krishna consciousness, even though he may be engaged in various activities while in material existence, remains always situated in Krishna. This is confirmed in the Bhakti Rasamrita Sindhu of Srila Rupa Goswami. Niklashu api avasthasu jivan mukta samuchyade. Devotee of the Lord always acting in Krishna consciousness is automatically liberated. In the Narada Pancharatra, this is confirmed in this way. Dikkaladi anavachinne krishne cheto vidhayacha tanmayo bhavati kshipram jivo brahmani yojayet. By concentrating one's attention on the transcendental form of Krishna, who is all pervading and beyond time and space, one becomes absorbed in thinking of Krishna and then attains the happy state of transcendental association with him. Krishna consciousness is the highest stage of trance in yoga practice. This very understanding that Krishna is present as Paramatma in everyone's heart makes a yogi faultless. The Vedas, Gopala Tapani Upanishad 1.21 confirm this inconceivable potency of the Lord as follows. Ekopi san bahuda ayo vabhati. Although the Lord is one, he is present in innumerable hearts as many. Similarly, in the Smriti Shastra, it is said, Eka eva paro Vishnu sarva vyapi na samshayaha aishwaryat rupam ekam cha surya vad bahu dheyate. Vishnu is one and yet he is certainly all pervading. By his inconceivable potency, in spite of his one form, he is present everywhere as the sun appears in many places at one place. അപ്പോൾ വിഷ്ണു എന്നാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു, വ്യാപിച്ചു കിടക്കുന്നു. അതായത് സൂര്യഭഗവാൻ നമുക്ക് ഇപ്പോൾ കാണുന്നുണ്ട്, പക്ഷെ അമേരിക്കയിലേക്ക് ഇപ്പോ സൂര്യനെ കാണുന്നില്ല. പക്ഷെ നാളെ ആവുമ്പോൾ അവർക്ക് കാണാൻ, നമുക്ക് കാണില്ല. പക്ഷെ സൂര്യഭഗവാൻ എപ്പോഴും ഉണ്ട്, നമുക്ക് കാണുന്നില്ല എന്നുള്ളൂ. അതേപോലെ ഭഗവാൻ എപ്പോഴും ഉണ്ട്. അതായത് ഇത് അറിവുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കാണാനും അതിനെ അനുഭവിക്കാനും പറ്റുള്ളൂ, ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അത് അറിയില്ല. അപ്പൊ അതാണ് ഭഗവാൻ വ്യാപിച്ചു കിടക്കുന്നു, എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവിന്റെ രൂപത്തില് വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഇതില് ഷെയർ ചെയ്യാണ്ടോ?
പ്രഭുജി നമ്മള് ഉം. പ്രഭുജി അതായത് നമ്മൾ ഭഗവാൻ ഏത് രൂപത്തിനെ നമ്മൾ ആരാധിക്കുന്നു ആ രൂപത്തെ നമ്മൾ പ്രാപിക്കുന്നു പ്രഭുജി പറഞ്ഞിരിക്കുന്ന ഏകാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം ആ ശ്ലോകത്തില് അതല്ലേ പ്രഭുജി ഉദ്ദേശിച്ചത്? ഏതാമം പ്രപദ്യന്തേ എന്ന് പറഞ്ഞാൽ to what extent we are approaching, to that extent it will reciprocate. അതാണ് അതിന്റെ അർത്ഥം. അല്ല ഏത് രൂപത്തിലാന്നല്ല, ഏത് രൂപത്തിലാ നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മൾ സാധാരണ ഭഗവാനെ രാധാകൃഷ്ണനായിട്ടോ ഒക്കെ, പക്ഷെ ഇത് കുറച്ചൊരു ഉത്തമ ഭക്തി ലെവലിലേക്ക് എത്തുന്ന ഒരുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സോൾട്ടഡ് ഡിവോട്ടീസ്, അവർക്ക് പെർട്ടിക്കുലർ രൂപമുണ്ട്. ഓക്കെ, ഹനുമാൻ, യശോദമായി, അപ്പൊ അവരൊക്കെ മുരാരി ഗുപ്ത, ഓക്കെ, അങ്ങനെയുള്ള ഓരോരുത്തരും അവരുടെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ഡെഫിനറ്റ്ലി ദേ ആർ സോ മച്ച് അറ്റാച്ച്ഡ്. നമുക്ക് അങ്ങനെ അറ്റാച്ച്മെന്റ് വരാനായിട്ടില്ല. ആ രുചി സ്റ്റേജിൽ കഴിഞ്ഞാൽ വരുള്ളൂ. ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി. ഞാൻ ആ ശ്ലോകം നോക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്കിപ്പോ ഒരു ഡൗട്ട് തോന്നിയത് പ്രഭുജി. ഓക്കെ, ഒന്ന് പറയുക. As all surrender to me, I reward them accordingly. Everyone follows my path in all respects, O son of Pritha. അതായത് as one surrenders unto me, അതായത് ഞാൻ എത്ര ഒരാളെ സ്നേഹിക്കുന്നു അത്രയും എനിക്ക് സ്നേഹം തരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു ഓഫീസിലെ 1 മണിക്കൂർ ജോലി ചെയ്യുന്നു, എനിക്ക് 1 മണിക്കൂറിന്റെ പ്രതിഫലം കിട്ടുന്നു. 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിന്റെ പ്രതിഫലം കിട്ടുന്നു. അതിന്റെ അർത്ഥം അതാണ്. മാതാജി പറഞ്ഞു വരുന്നതായി നമ്മൾ ആരെ പ്രാർത്ഥിക്കുന്നു ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ കാണുന്നതാണല്ലേ അതല്ലേ പറയുന്നത്. അതല്ലേ പറഞ്ഞു വരുന്നത്. അതിന്റെ പർപ്പറ്റിൽ വരുന്ന പ്രഭുജി, every searching for Krishna in different aspects of his manifestations. Krishna, the supreme personality of Godhead, is partly realized in impersonal Brahma Jyoti effulgence and as the all-pervading super soul dwelling within everything, including the parts of atoms. Yes, ശരിയാണ്. അതായത് ബ്രഹ്മജ്യോതിനെ വർഷിപ്പിക്കുന്നവര് അതിനെ പ്രാപിക്കുന്നു. പരമാത്മാവായി കാണുന്നവരെ അവരെവിടെ എത്തും? അതാണ് പ്രഭുജി എനിക്ക് അറിയാത്ത. അപ്പൊ അവരുടെ അതെന്തിരിക്കും? പരമാത്മാവായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ബ്രഹ്മജ്യോതിയിൽ എത്തുള്ളൂ. അതെയോ? അതായത് എല്ലാ ആളുകളും ഭഗവാനെ പരമാവായി കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഭഗവാനെ ബ്രഹ്മജ്യോതിയിൽ തന്നെ. ഭഗവാന് രൂപം അവർക്കും കാണിച്ചാൽ അവരും ബ്രഹ്മത്തിൽ കാരണം എത്താൻ അവർക്കും സർവീസ് ഇല്ല. അവര് ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യാണ്. അപ്പൊ അവരും അൾട്ടിമേറ്റ്ലി ബ്രഹ്മത്തിൽ ചെന്ന് ചേരുന്നു. അവർ ബ്രഹ്മവാദി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാനും പരമാത്മാവും തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലേ പറയുന്നത് അവിടെ? അതെ, പക്ഷെ അത് ഇവരെ ശ്ലോകത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പരമാത്മാവ് ഒന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ആരാധനായ പരമാത്മാ സേവനത്തിൽ മുഴുകിയ യോഗി ഏത് സന്ദർഭത്തിലും എന്നെ ജീവിക്കുന്നു. അതെ, അത് ഭക്തന്മാരെ മനസ്സിലാക്കുന്നുള്ളൂ ഈ കാര്യം. ഒരു ബ്രഹ്മവാദിയോ ഒരു മായാവാദിയോ അല്ലെങ്കിൽ ഒരു യോഗിയോ ഇത് മനസ്സിലാക്കുന്നില്ല. അവർ അൾട്ടിമേറ്റ്ലി അവർക്ക് സർവീസ് ഇല്ല. സർവീസ് ഉണ്ടെങ്കിലേ നമ്മൾ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ പരംധാമിൽ എത്തുള്ളൂ. സർവീസ് ഇല്ല. അപ്പൊ ആ സർവീസ് അങ്ങനത്തെ ഒരു ഡിസൈർ മെന്റാലിറ്റി ഇല്ല അവർക്കില്ല. അപ്പൊ അവർക്ക് ബ്രഹ്മജ്യോതിയാണ് ശരണം. നമ്മൾ ഡിവോഷൻ സർവീസ് ചെയ്യണം ഭക്തന്മാരുടെ ആഗ്രഹം. നമുക്ക് ഡിവോഷൻ സർവീസ് ഇവിടെയായാലും അവിടെയായാലും ഡിവോഷൻ സർവീസ് ചെയ്യണം. അപ്പൊ വ്യക്തി അല്ലെങ്കിൽ ആ ഭഗവാൻ വ്യക്തി രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തി രൂപത്തിൽ മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ റൂമില് ഒന്നുമില്ല, എന്നിട്ട് വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ വർഷിപ്പ് ചെയ്യും? അവരെ എന്താ പറയാ ശൃംഗാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ആരെ ശൃംഗാരം ചെയ്യും? പ്രസാദം ഭോഗം ഓഫർ ചെയ്യാൻ വേണ്ടി ആർക്ക് ഓഫർ ചെയ്യും? അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പേഴ്സൺ എന്നുള്ള കൺസെപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർ ബ്രഹ്മജ്യോതിയിൽ അത്യാവശ്യം അവർ ചെന്നു. ഇവര് ഭഗവാൻ പറയുന്നത് ശരിയാണ്, പക്ഷെ അവരതിന് അനുകൂലിച്ചിട്ട് പ്രാർത്ഥിക്കുന്നില്ല. അവരെന്താ ബ്രഹ്മനാണ് അല്ലെങ്കിൽ പരമാത്മാവാണ്. ആ പരമാത്മവാദികളും ബ്രഹ്മവാദികളും അവരുടെ ലക്ഷ്യം അവസാനം ചെന്ന് ചേരുന്നത് ബ്രഹ്മജ്യോതിയിലായിരിക്കും. നേരെ മറിച്ച് ഒരു ഭക്തന് ഒരു വിവരം ഉണ്ടാവില്ല, പക്ഷെ അവന് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാന് രൂപമുണ്ട്. എന്നിട്ട് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആള് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ശുദ്ധീകരിക്കപ്പെടുമ്പോ അവര് പരന്ധാമായ വൈകുണ്ഠത്തിലോ ഗോലോകത്തിലോ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ശ്രീരാമനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ, അതായത് ശ്രീരാമനെ വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ അയോധ്യയിലെത്തുന്നു. ഓരോരുത്തരും ഓരോ ധാമുണ്ടല്ലോ, അങ്ങനെ ആ ഇതല്ല.
ഇതിലെത്തണം. അപ്പൊ അതുകൊണ്ട് അപ്പൊ പരമാത്മാവ് നമ്മളിരിക്കുന്ന ഇപ്പൊ ഹനുമാനെ സംബന്ധിച്ചോളം പരമാത്മാവ് ആരാണ്? വിഷ്ണു അല്ല. ആരാണ്? ശ്രീരാമ ഭഗവാനാണ്. അപ്പൊ അദ്ദേഹം വളരെ തീവ്രതയോടെ ശ്രീരാമ ഭഗവാനെ ഭജിക്കുന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും എത്തുന്നത് അൾട്ടിമേറ്റ് എബോർഡാണ്, അയോധ്യ. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം. നേരെ മറിച്ച് യശോദമായി എവിടെയായിരിക്കുക? ഇവിടുത്തത് കഴിഞ്ഞാൽ നേരെ ഗോലോക വൃന്ദാവനത്തിൽ ചെല്ലും. മനസ്സിലാക്കിയല്ലോ? അപ്പൊ അങ്ങനെ, അതായത് അത്രയും തീവ്രമായിട്ട് ഭജിക്കുന്ന ആൾക്കാരെ കാര്യം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ന് നമുക്കൊരു ഫോം കിട്ടി. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ടെമ്പിളിൽ പോയി, മദ്രാസ് ടെമ്പിളിൽ പോയി, അവിടെ ഫോർ എക്സാമ്പിൾ രാധാ ഗോവിന്ദ് ജി ആണ്. വെരി ഗുഡ്. കുറച്ചു കാലം നമ്മൾ ആ ഡേറ്റ് നമ്മുടെ മനസ്സിൽ കാണും. മായപ്പൂർ പോയി, അവിടെ നിന്ന് രാധാ മാധവ്, ഓ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. അതിനേക്കാളും കുറച്ചു കാലം മാധവൻ. അപ്പൊ നമുക്കൊരു വേവറിംഗ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ആ നിഷ്ഠയിൽ എത്തിയിട്ടില്ല. ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് ദ ലോർഡിനെ ഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിഷ്ഠ ഇല്ല, അതിൽ നിന്ന് എത്താത്തത് കൊണ്ട് നമുക്ക് വിഷ്ണു ആണ്. ഇൻ ജനറൽ ഇറ്റ് ഈസ് വിഷ്ണു. അപ്പൊ നമ്മൾ രാധാകൃഷ്ണനായാലും ശരി, അല്ലെങ്കിൽ രാധാ മദനായാലും ശരി, രാധാ ഗോവിന്ദായാലും ശരി, നമ്മൾക്ക് ജനറൽ മാസിന് ഇറ്റ്സ് വിഷ്ണു, ഇസ് ദ സുപ്രീം ലോർഡ്. അപ്പൊ ഈവൻ നമ്മൾ രാധാകൃഷ്ണ എന്താ പറയുക ഡേറ്റീസിനെ ആരാധിക്കുമ്പോഴും നമ്മൾ ലക്ഷ്മി നാരായണന്റെ ഭാവത്തിലാണ് വളരെ ഓപ്പുലന്റ് ആയിട്ടുള്ള ഐശ്വര്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വൃന്ദാവനത്തിലുള്ള ഗോപികമാരും ഗോപന്മാരും ചെയ്യുന്ന പോലെ നമ്മൾ ആരാധിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിനുള്ള ശുദ്ധത നമുക്കില്ല, അതിനുള്ള ആ തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്തുമ്പോൾ യെസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഫോളോ വൺ പെർട്ടിക്കുലർ ഗോപി ഓർ ഗോപ. നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവുമല്ലോ. ഞാൻ നാരദ മഹർഷിയെ അനുഗമിക്കുന്നു, അല്ലെങ്കിൽ യശോദമായി, അല്ലെങ്കിൽ ഗോപികമാര്, അല്ലെങ്കിൽ സുദാമ. അപ്പൊ അങ്ങനെ അവരുടെ അതാണ് ഫോളോയിങ് ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ പ്യുവർ ഡിവോട്ടീസ്. അപ്പൊ അങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ച് ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ആ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡിറ്റർമിനേഷൻ വരും. ഓക്കെ, ദിസ് ഈസ് മൈ വേർഷിപ്പബിൾ ഡേറ്റി. ഇപ്പൊ മാധവേന്ദ്രപുരി, അദ്ദേഹത്തിന്റെ വേർഷിപ്പബിൾ ഡേറ്റി ഗോപാൽ ഫോർ എക്സാമ്പിൾ. രൂപ ഗോസ്വാമി, അപ്പൊ അവരുടെ വേർഷിപ്പബിൾ ഡേറ്റി സ്വയം. അപ്പൊ ഓരോരുത്തരും അങ്ങനെ അവർ ആ തലത്തിലെത്തി അവർക്ക് അങ്ങനെ വൺ പോയിന്റഡ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ വേവറിങ് നമുക്ക് ഈവൻ ആ വിഷ്ണു തത്വത്തെ പറ്റി തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കൺവിക്ഷൻ ഇല്ല എപ്പോഴും. ആൾക്കാർ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ കുറച്ചും കൂടി കുറച്ചും കൂടി വിവരമുള്ള ആളുകൾ വേർഡ് ജഗലറി കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞാൽ ശരിയാണല്ലോ, അപ്പൊ വിഷ്ണുവിന്റെ വീട്ടിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. കാരണം നമുക്ക് ആ ഫൗണ്ടേഷൻ ഇപ്പോഴും ഇത് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ ഇടി വെട്ടിയാൽ എന്ത് വന്നാലും ശരി, ലോകം മറിഞ്ഞാലും ശരി, നമ്മൾ അവിടുന്ന് ആ വ്യത്യാസം നമ്മൾ മാറില്ല. ആ ഫെയ്ത്ത് നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന്. അതാണ് ആ നിഷ്ഠയിൽ എത്തണം നമ്മൾ. അടിയുറച്ച വിശ്വാസം. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഐ നോ ദാറ്റ് കൃഷ്ണ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അങ്ങനത്തെ ഒരു ഉറച്ച വിശ്വാസം, വിശ്വാസം നമുക്ക് വന്നിട്ടില്ല. വേവറിംഗ് ആണ് അല്ലേ? അതോ വന്നിട്ടുണ്ടോ? എന്താണ് അഭിപ്രായം? കാരണം ഓരോ ശ്ലോകം വായിക്കണം നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? അപ്പൊ ആ കൺഫ്യൂഷൻ വരാത്ത ആ തലത്തിലേക്ക് എത്തണം. അപ്പൊ അങ്ങനെ വന്നിട്ട് then you can have a role model. Yes, I like this particular form of the supreme personality. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി വിഷ്ണു അല്ല കാണാം, ആ ഫോമിനെ, ആ രൂപത്തിനെ നമ്മൾ കാണാം. നമ്മൾ കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് ആ തലത്തിലെത്തുമ്പോൾ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. വിഷ്ണുവിനെ ആരാധിക്കുന്ന ഭക്തന്മാരുണ്ട്, നാരായണനെ ഭജിക്കുന്ന, ശ്രീരാമനെ, ഭഗവാൻ കൃഷ്ണനെ. ആ ഭഗവാൻ കൃഷ്ണനിലും ഡിഫറെന്റ് ഫോംസ് ഉണ്ട്, ഒന്നും രണ്ടൊന്നല്ല. അപ്പൊ അതൊക്കെ അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഫോം നമ്മുടെ ഹൃദയത്തില് മാനിഫെസ്റ്റ് ആവും. പ്രഭുജി, നമ്മൾ കുറെ ഇങ്ങനെ ചാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ആവും. ആ മന്ത്രത്തിന് അതിനുള്ള കഴിവ് പറയുന്നത്
നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം കുറെ കാലം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് മന്ത്രം തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് തരുന്നു പറയല്ലോ, കുറെ എവിടേക്ക് വായിച്ചിട്ടുണ്ട്. മന്ത്രം തന്നെ നമ്മുടെ മനസ്സിനകത്ത് കൃഷ്ണന്റെ ഫോം ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അത്രയും നന്നായിട്ട് നമ്മൾ ചാൻഡ് ചെയ്യണമെങ്കിൽ. അതെ, തീർച്ചയായിട്ടും. കാരണം കലികാലത്തില് നമ്മള് നാമപ്രഭുവിനെയാണ് ആരാധിക്കുന്നത്. നാമപ്രഭു പറഞ്ഞാൽ നാമവും ഭഗവാനായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പൊ ഏത് നാമം ഉച്ചരിക്കുന്നോ നമ്മൾ ഹരേ കൃഷ്ണ, നമ്മൾ ഏത് നാമം ഉച്ചരിച്ചാലും ശരി, ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ലോകത്തിൽ ചെന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ഗോലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. നാരായണ മന്ത്രം നമ്മളെ വൈകുണ്ഠത്തിൽ എത്തിക്കുള്ളൂ. ഓക്കെ, പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഗോലോകേര പ്രേമധന എന്ന് പറഞ്ഞിരിക്കുന്നത് നാമസങ്കീർത്തന. ഗോലോകേര പ്രേമധന, ഗോലോകത്തിലത്തെ പ്രേമധനമാണത് ഈ നാമസങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുന്ന ആൾക്കാരുടെ എല്ലാം ഡെസ്റ്റിനേഷൻ ഗോലോകാണ്. അപ്പൊ എന്ന് വരുന്നു എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ പ്യൂരിറ്റി അനുസരിച്ചിരിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനേഷൻ. പ്രഭുജി ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, നമ്മൾ ചെല്ലുന്ന സമയത്ത് മനസ്സിനകത്ത് പിന്നെ ചെയ്യുന്ന സമയത്ത് ഈ ഫോം ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ പറ്റുന്നു ഉള്ളില്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്നർ വെച്ചിട്ട് മന്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ആ മന്ത്രത്തിന് അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് സബലീകരിച്ചു തരാനുള്ള ശക്തി ഉണ്ട് ആ മന്ത്രം. അതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്, എന്താണ് മന്ത്രം എന്നുള്ള മീനിങ് എന്താ? മനനം ചെയ്യുന്നത്. അറിയില്ല പ്രഭുജി. മനനം ചെയ്യുന്നത്. മൻ എന്ന് പറഞ്ഞാൽ എന്താ? മനനം ചെയ്യുന്നത്. മനസ്സ്. മനസ്സ്. Tra means trayate, to deliver the mind. Okay, to deliver the mind from the material atmosphere. Okay, നമ്മള് ഇപ്പൊ നമ്മുടെ മനസ്സ് ഈ ഭൗതിക ലോകത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മനസ്സിനെ ഈ ഭൗതിക ലോകത്തു നിന്ന് കരകയറ്റണം, ഡെലിവർ ചെയ്യണം. സോ അപ്പൊ മന്ത്രം ജപിച്ചിട്ട് അപ്പം മനസ്സിനെ ത്രായണം ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ടു ലിഫ്റ്റ് ഓർ ഡെലിവർ ദ മൈൻഡ് ഫ്രം ദ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, മെറ്റീരിയൽ വേൾഡ്. അപ്പൊ അതിനാണ് മന്ത്രം നമ്മൾ ചെല്ലുന്നത്. അതാണ് മന്ത്രത്തിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഈ നാമജപം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കറകളും, എല്ലാ ദുഷ്പ്രവൃത്തികളും, ഓക്കെ, എല്ലാ കൽമശങ്ങളും നശിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അത് പതുക്കെ പതുക്കെ പ്യൂരിഫൈ ആയിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് മന്ത്രം. അതാണ് നാമജപത്തിന്റെ ഇത്. കലികാലത്തില് പറഞ്ഞിരിക്കുന്ന യജ്ഞാനാം ജപയജ്ഞോസ്മി, എല്ലാ യജ്ഞങ്ങളെക്കാട്ടിലും ഏറ്റവും ഉത്തമമായ യജ്ഞം ജപയജ്ഞ പറഞ്ഞിരിക്കുന്നത്. ഈ ജപയജ്ഞം കൊണ്ട് നമുക്ക് ഈ സാഗരം കടക്കാം, മറികടക്കാം എന്നാ പറയുന്നത്. കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന ക്ലീൻ ആയി പോകുന്ന മന്ത്രം ചെല്ലുമ്പോ അതിങ്ങനെ ക്ലീൻ ആയി വരുന്നല്ലേ? യെസ് യെസ്, അതാണ് പറയുന്നത്. ചേതോ ദർപ്പണ മാർജനം ഭവമഹ ദാവാഗ്നി നിർവാപണം. അതായത് നമ്മുടെ കണ്ണാടി പോലെയാണ് നമ്മുടെ ഹൃദയം. ആ കണ്ണാടിയില് ഒരുപാട് കാലം ഉപയോഗിക്കാണ്ടിരുന്നാൽ ഡസ്റ്റ് പിടിക്കും അല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെ മാർജനം ചെയ്യണം അല്ലെ? ഒരു ഡസ്റ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പൊ അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കൽമശങ്ങളും അനർത്ഥങ്ങളും കാലാന്തരമായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മള് പതുക്കെ പതുക്കെ ഈ മന്ത്രം ചൊല്ലി അതിനെ ശുദ്ധീകരിക്കണം. അതിനാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. അപ്പൊ നമ്മുടെ കൽമശങ്ങൾ എന്താണ്? കാമക്രോധ ലോഭമോഹ മതമാശ്ചര്യം. ഓക്കെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല, എത്രയോ അനാദികാലമായിട്ട് നമ്മൾ തുടങ്ങി വരുന്ന ഒരു കാര്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഉള്ളൊരു ഹൃദയം, ഒരുപാട് മലമുള്ള. ഓക്കെ, അപ്പൊ അതിനെ അമലമാക്കി തീർക്കണം. അതിന്റെ ഒരു പ്രക്രിയയാണ് ഈ നാമജപം.
അപ്പൊ പ്രഭുജി, അപ്പൊ ഈ അഷ്ടാംഗം പ്രാക്ടീസ് ചെയ്യണ ഒരു യോഗി അറ്റ് ലാസ്റ്റ് അവര് പരമാത്മാവ് ധ്യാനിച്ച് ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യണ യോഗി ബ്രഹ്മനെ ലയിക്കുന്നത് പ്രഭുജി? ബ്രഹ്മനിൽ ലയിക്കില്ല. അവിടെ ലയിക്കുന്ന അവർക്ക് ലയിലും, പക്ഷെ ബ്രഹ്മവാദികളെ അവർ ലയിക്കും. പക്ഷെ ഇവര് ലയിക്കുന്ന വിചാരിക്കില്ല. പക്ഷെ അവര് പിന്നീട് അത് വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവിടുന്ന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. നോട്ട് നെസസറി ദേ ഹാവ് ടു കം ഹിയർ. അവർക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് അവിടെ തന്നെ ചിലപ്പോ പ്രൊമോഷൻ കിട്ടും, വൈകുണ്ഠത്തിലേക്കോ അപ്പൊ ഗോലോകത്തിലേക്കോ. ഒരു കൃഷ്ണ അക്കൗണ്ടില് അടിയുറച്ച് വിശ്വന ഒരു ഭക്തൻ, ഒരു ശിവഭക്തൻ, ഭഗവാൻ കൃഷ്ണനാണ് സെയിം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് വിശ്വസിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ അഷ്ടാംഗയോഗം പ്രാക്ടീസ് ചെയ്ത്, അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ധ്യാനിക്കുന്ന രൂപം ഭഗവാനി കൃഷ്ണന്റെ രൂപമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തനും ഈ ഒരു അവസ്ഥ തന്നെയാണോ, അതോ ഗോത്തിലെത്തുമോ പ്രഭുജി? അല്ല, അപ്പൊ അങ്ങനെ ഒരു ഭക്തൻ ഈ യോഗ അഭ്യാസം ചെയ്യില്ല. അങ്ങനെ ഭഗവാൻ മിക്സ് ചെയ്തു, ദേവവും ഭക്തിയോഗവും കൂടി മിക്സ് ചെയ്തു. അതെ, പ്രഭുജി അങ്ങനെ ഭക്തിയോഗത്തില് സർവീസ് മസ്റ്റ് ആണോ പ്രഭുജി? ധ്യാനിച്ചാലും അത്രയും ആത്മാർത്ഥമായിട്ട് സകല ജീവികളെ എല്ലാവരും ഒരു പോയിന്റ് ധ്യാനിച്ചാ പോരെ ജി? ഓക്കെ, എന്നപ്പോ ഞാൻ പറയുന്നതിന്റെ ഒരു ഉത്തരം പറയൂ. ഓക്കെ, സന്തോഷ് ബാബു ഡെയിലി വീട്ടിലേക്ക് വരാണ്. ഓക്കെ, മാതാജി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. സന്തോഷ് 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 പറഞ്ഞിട്ട് ധ്യാനിച്ചാ പോരെ, എന്തിനാ സർവീസ് ചെയ്യണേ? സന്തോഷ് പ്രഭു ചോദിക്കുകയാണ്, എവിടെ പ്രസാദം? ഞാൻ എപ്പോഴും സന്തോഷ് അന്ന് ധ്യാനിക്കുന്നില്ലേ പോരെ, വയറ് നിറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ശരിയാവോ? അതായത് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ആണ്. സർവീസ് വിതൗട്ട് ഡിവോഷൻ ഈസ് നോട്ട് ഡിവോഷൻ സർവീസ്. അപ്പൊ ഡിവോഷൻ അവിടെ, ഭക്തി എവിടെയുണ്ട് അവിടെ സർവീസ് ഉണ്ട്. അന്യോന്യം ഇഷ്ടപ്പെടുന്നതാണല്ലോ ഒരാളെ സെർവ് ചെയ്യുന്നത്. വെറും സന്തോഷ് ബാബുവിന്റെ വെറും നാമം ഉച്ചരിച്ചു കൊണ്ടിട്ട് സന്തോഷ് ബാബുവിന് വല്ല ബെനിഫിറ്റ് ഉണ്ടോ? അപ്പൊ സന്തോഷ് ബാബുവിന് സർവീസ് ആണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സർവീസ്. ഏതൊരു സാഹചര്യത്തിലും അതിൽ കണ്ടീഷൻ വരാൻ പാടില്ല, ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഐ വിൽ ലവ് ദാറ്റ് പേഴ്സൺ സബ്ജക്ട് ടു ഹി ലവ്സ് മീ ബാക്ക്, ഓർ ഹി ഗീവ്സ് മീ ദിസ്, ഓർ ഹി ഗീവ്സ് മീ ദാറ്റ്. അത് ലവ് അല്ല, ദാറ്റ് ഈസ് ലെസ്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തില് ശുദ്ധമായിട്ടുള്ള പ്രേമം ഇല്ല എന്ന് പറയുന്നത്. ഗോപികമാരുടെ പ്രേമമാണ് ശുദ്ധമായിട്ടുള്ള പ്രേമം. ഏതൊരു കണ്ടീഷനിലും ഏതൊരു സിറ്റുവേഷനിലും അവരുടെ വെരി ലൈഫ് എയർ ഈസ് ബിക്കോസ് ജസ്റ്റ് ദേ വാണ്ട് ടു സീ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനെ എന്തെങ്കിലും പറ്റിച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലെ നമുക്ക് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി he wanted to leave the body. രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവും മറ്റേ സ്വരൂപ് ദാമോദർ പ്രഭുവും രണ്ടുപേരുടെയും ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട്ടുപോയപ്പോൾ ആ വിരഹം സഹിക്കാതെ ഗോവർദ്ധനിൽ പോയിട്ട് അവിടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അത്രയും സ്നേഹമായിരുന്നു. എന്നിട്ട് രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ 16 വർഷം നീ ഒരുമിച്ചുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ ലീലകളെയും നീ എന്താ പറയാ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് പ്രവചനം ചെയ്യാൻ, എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള പ്രവചനം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും വൃന്ദാവനിൽ 3 മണിക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ പറ്റിയിട്ട് 3 മണിക്കൂർ അദ്ദേഹം പ്രവചിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സഭയില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ഗോസ്വാമി, 90 വയസ്സിന് മീതിയുണ്ട്, 92, 93 വയസ്സുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ഇദ്ദേഹത്തോട് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു കവിയാണ്, ഒരു സ്കോളറാണ്. പ്ലീസ് നിങ്ങൾ ഈ ചൈതന്യയില്ല ഇനി വരുന്ന പരമ്പരയ്ക്ക് ഉപയോഗം ആവുന്ന വിധത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതണം, റെക്കോർഡ് ചെയ്യണം. പറഞ്ഞു, എനിക്ക് എന്താ പറയുക, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, എഴുതാൻ വയ്യ, എൻ്റെ കൈ പറയും, ഞാൻ എങ്ങനെ ചെയ്യാമെന്ന്, നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നിട്ട് ഇവരെല്ലാം പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം രൂപ ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവും എല്ലാം പ്രാർത്ഥിച്ച് അദ്ദേഹം 95-ാമത്തെ വയസ്സിലാണ് ഈ ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്. നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല.
ക്ലാസിക് കൃതിയാണത് ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതം. ക്ലാസിക്, സാൻസ്ക്രിറ്റും ബംഗാളി മലയാളം. അതിനാണ് പ്രഭുപാദ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ തർജ്ജമ ചെയ്തിട്ട് 2 മാസം കൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ റെക്കോർഡ്. 12 ബുക്കുകൾ. അപ്പൊ അങ്ങനെ അതൊക്കെ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ആണ്. പ്രഭുപാദ ഡിവോഷൻ ഒരിക്കലും പറയില്ല ഡിവോഷണൽ സർവീസ്. എവിടെ ഭക്തി ഉണ്ടോ അവിടെ സർവീസ് ഉണ്ടായിരിക്കണം. അപ്പോ ഈ ധ്യാന യോഗം ചെയ്യുന്ന ആൾക്കാരെ ജസ്റ്റ് ദേ ആർ aloof from everyone, every place. They are going to what you call forest without any disturbance. അവിടെ ധ്യാനിച്ചു നല്ലതാണ്, കുഴപ്പമില്ല. അപ്പോ കർമ്മം, ജ്ഞാനം, ധ്യാനം, ഭക്തി, അതിൽ ഏറ്റവും ഉച്ചകോടിയിലിരിക്കുന്നത് ഭക്തി. ഭക്തി എവിടെയുണ്ട് അവിടെ സേവനമുണ്ട്. സേവനമില്ലാത്ത ഭക്തി ഡ്രൈ, ഇറ്റ്സ് എ ഡ്രൈ ഭക്തി. അതിൽ കഴമ്പില്ല. ക്ലിയർ? പിന്നെ പ്രഭുജി ഈ യോഗിക അപ്പൊ ഒരു സെൽഫിഷും ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഭക്തന്മാരെ അതാണ് വൈഷ്ണവന്മാരെ കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാഞ്ചാ കൽപ്പതരുഭ്യച്ച കൃപാ സിന്ധുഭ്യവച്ച. കൽപ്പതരുവാണ് അവര്. എന്താ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ? കൽപ്പവൃക്ഷം എല്ലാ ഭാഗങ്ങളും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി തീരുന്നു. നേരെ മറിച്ച് യോഗികൾ എന്താ, അവര് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് മറ്റുള്ളവരെ എങ്ങനെ ഞാൻ നന്നാവണം എന്നുള്ളതാണ്. ഇപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ചെയ്തു. ഓക്കെ, 9-10 കൊല്ലം നവദ്വീപിലെ, മായപ്പൂർ നവദ്വീപിലെ പോയിട്ട് ഒരു ഫുഡിൽ പോയിരുന്നിട്ട് 9-10 കൊല്ലം കണ്ടിന്യൂസ് ചാൻഡ് ചെയ്തു സ്വന്തം ഇതിനു വേണ്ടിയിട്ട്. എന്നിട്ട് ആ ശക്തി ആർജിച്ചിട്ടാണ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങിയത്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് he want to have that what you call strength. അപ്പോ സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്ന് ഈ 9-10 വർഷം ഒരു ദിവസത്തിൽ 22 മണിക്കൂറോളം ചാൻഡ് ചെയ്തു കണ്ടിന്യൂസ്. കുളിക്കുക, എന്തെങ്കിലും ഒരു നേരം ഭക്ഷിക്കുക, എന്തെങ്കിലും ഇട്ടിട്ട് ഉറക്കം ഇല്ല എന്ന് പറയാം, ബാക്കി കണ്ടിന്യൂസ് അദ്ദേഹം ഭജിക്കായിരുന്നു, ഹരേഷ് മാമന്ത്രം ജരിക്കായിരുന്നു, ആ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് then he came as a lion ഗുരു. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് സിംഹ ഗുരു എന്നാണ്. then അദ്ദേഹം 61 ഗൗഡിയ മഠം സ്ഥാപിച്ചു. 61 ഇപ്പോഴുണ്ട്. അതിന്റെ ഒരു ബ്രാഞ്ചാണ് ഇസ്കോൺ. സോ നമ്മുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗൗഡിയ സമ്പ്രദായമാണ്, ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. അപ്പൊ അതിന്ന് ഒരു ഇംഗ്ലീഷ് പേരിലൊക്കെ ഇട്ട് ന്യൂയോർക്കിൽ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് സ്ഥാപിച്ച എല്ലാവരെയും ഉൾക്കൊടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ശ്രീ പ്രഭുപാദർ ചെയ്തത്. വ്യത്യാസമില്ല ഗൗഡിയ സമ്പ്രദായത്തിന് നമ്മുടെ സമ്പ്രദായം സെയിം തന്നെ. എവറിത്തിങ് ഇസ് സെയിം. ഇറ്റ്സ് എ ഡിഫറെന്റ് ബ്രാഞ്ച്. ചൈതന്യ മഹാപ്രഭു ഒരു മരം ആണ് ഭഗവാൻ. ആ ചൈതന്യ മഹാപ്രഭു ആരാണ്? അതിന്റെ ഗൗഡിയ സമ്പ്രദായത്തിന്റെ നമ്മുടെ സമ്പ്രദായം ഒരു മരത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ ആ സമ്പ്രദായത്തിലെ വേരാരാണ്? ഗൗഡി സമ്പ്രദായത്തിലെ മാധവേന്ദ്രപുരിയാണ്. അവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. രാധാകൃഷ്ണ വേർഷിപ്പ്. ഓക്കെ, അതുവരെ ലക്ഷ്മി നാരായണൻ. ഓക്കെ, രാധാകൃഷ്ണ വേർഷിപ്പ് നിങ്ങൾക്ക് എവിടെയും കാണില്ല. ഇത് കേരളത്തിൽ, സൗദിയിലെ എവിടെയും കാണില്ല. ഓക്കെ, ലക്ഷ്മി നാരായൺ വരെ കാണും. ലക്ഷ്മി, ശ്രീദേവി, ഭൂദേവി എന്ന് പറഞ്ഞിട്ട് പലതും കാണും. പക്ഷേ രാധാകൃഷ്ണ അമ്പലങ്ങൾ നമ്മുടെ സൗദിയിൽ കാണില്ല. വൃന്ദാവനിൽ കുറച്ച് ഒതുങ്ങി നിന്നിരുന്നു അന്ന്. ഓക്കെ, അതിലും പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷെ മാധവേന്ദ്രപുരിയാണ് ഇത് ശാസ്ത്രപ്രകാരം, അടിസ്ഥാനപ്രകാരം ഇതിനെ ഓതന്റിസിറ്റി ചെയ്തിട്ട് ഓത്തറൈസ്ഡ് പറഞ്ഞിട്ട് ഈ ഗൗഡിയ സമ്പ്രദായം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ റൂട്ടാണ് മാധവേന്ദ്രപുരി. മാധവേന്ദ്രപുരി എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ ഗുരുവാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവാണ് ഈശ്വരപുരി. ആ ഈശ്വരപുരിയുടെ ഗുരുവാണ് മാധവേന്ദ്രപുരി. ഈ മാധവേന്ദ്രപുരി വരുന്നത് മധ്വ സമ്പ്രദായത്തിൽ ആ ലീനിയേജിൽ വരുന്നതാണ്.
മാധവ സമ്പ്രദായം വരുന്നത് ബ്രഹ്മാവിന്റെ സമ്പ്രദായത്തിന്റെ ലീലേജ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. ഗൗഡിയ എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു ഗൗഡദേശത്തിൽ ഉള്ളത് അതാണ് ഗൗഡദേശം എന്ന് പറഞ്ഞാൽ. നവദ്വീപ് മായപ്പൂർ ഒരു 80 സ്ക്വയർ കിലോമീറ്റർ സംതിങ് ദാറ്റ് ഏരിയസ് ഗൗഡദേശ വൈഷ്ണവ സമ്പ്രദായമാണ്. അപ്പോൾ ബ്രഹ്മാവ് പ്രൊമിനന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവിനെ പല എന്താ പറയാ നാരദൻ പറഞ്ഞു കൊടുത്തു, വ്യാസൻ പറഞ്ഞു കൊടുത്തു, അങ്ങനെ പറഞ്ഞു വന്നിട്ട് റീസെന്റ് പ്രൊമിനന്റ് ആചാര്യാണ് അന്നത്തെ മാധവാചാര്യ. മാധവാചാര്യക്ക് ശേഷം മാധവേന്ദ്രപുരി, പിന്നെ ചൈതന്യ മഹാപ്രഭു, പിന്നെ ഷഡ്ഗോസ്വാമികള്, അങ്ങനെ ഗുരു പരമ്പര, അങ്ങനെ ശ്രീലപ്രഭു, അങ്ങനെ നമുക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് ഒരു വഴി, ഒരു സമ്പ്രദായത്തിന്റെ വഴി. ക്ലിയർ ആണോ? അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യണം സർവീസ് ചെയ്യണം. നമ്മൾ സെൽഫിഷ് ആവാൻ പാടില്ല. സെൽഫിഷ് പറഞ്ഞാൽ എനിക്ക് മാത്രം എനിക്ക് കിട്ടും, ഞാൻ കയറും, പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് ഉപകാരം അല്ലെ? ഒരു സ്വാർത്ഥ മനസ്ഥിതി ഒക്കെ നമ്മൾ സെൽഫിഷ് ആവണം. എന്തിന്? ഞാൻ നന്നായാലും മറ്റുള്ളവർ നന്നാക്കാൻ പറ്റില്ല, ഞാൻ നന്നാക്കാണ്ട് മറ്റുള്ളവർ നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സെൽഫിഷ്നെസ് നമുക്ക് എന്തായാലും വേണം. സ്പിരിച്വാലിറ്റി സെൽഫിഷ്നെസ് വേണം, മെറ്റീരിയലത്തിൽ സെൽഫിഷ്നെസ് പാടില്ല. സ്പിരിച്വാലിറ്റി എന്താ വെച്ചാൽ എന്നെ ആദ്യം ശുദ്ധീകരിക്കണം, എന്നിട്ടില്ലേ എനിക്ക് ശക്തി ഉണ്ടെങ്കിലല്ലേ ഒരാളെ ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു ശക്തിയില്ല, ഒരാള് താഴെ കിടക്കാണ്, അവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സെൽഫിഷ്നെസ് വേണം സ്പിരിച്വൽ ഒരു പ്രോഗ്രസ്. അറ്റ് ദ സെയിം ടൈം പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കൂടി ഉതകുന്നതായിരിക്കുന്നു. അതുകൊണ്ട് വെറും സ്വാർത്ഥ മനസ്സിൽ വെച്ച് ഞാൻ മാത്രമല്ല, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് മാത്രം നല്ലത് വരുത്തണേ. അങ്ങനല്ല, ഞാനും ഭാര്യയും ഒരു തട്ടല്ലേ. അപ്പൊ അങ്ങനെ ആ ചിന്താഗതി നല്ലതാണോ? അപ്പൊ നമുക്ക് എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് ശരിക്കുള്ള ഒരു മനുഷ്യന്റെ. അപ്പോ സർവീസ്, സേവനം, അതാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. നമ്മളും മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേ അവർക്ക് യോഗ്യകൾക്ക് അതില്ല, ജ്ഞാനികൾക്ക് അതില്ല. ഒരു ജ്ഞാനി ഗുരുവാവുന്നതും ഒരു ഭക്തൻ ഗുരുവാവുന്നതും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? എന്താണ് പൊതുവെ വ്യത്യാസം? ഒരു ജ്ഞാനി ഒരു ഗുരുവാ വിചാരിക്കുക, ഒരു ഭക്തൻ ഒരു ഗുരുവാണ്. രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. രണ്ടുപേരുടെയും ആ പൊസിഷനിൽ രണ്ടുപേരും ഗുരുവാണ്, പക്ഷെ രണ്ടുപേരുടെ ആ ഗുരുത്വത്തിന്റെ വ്യത്യാസം എന്താണ്? ജ്ഞാനി ഗുരുവായ ചിന്താമണി രത്നം പോലെയാണ്, അതുകൊണ്ട് തൊടുമ്പോ സാധനങ്ങളെല്ലാം ഒന്നേ മാറുള്ളൂ. പക്ഷെ ഒരു ഭക്തൻ ഗുരു വരുമ്പോ ചിന്താമണിയൊക്കെ മുമ്പിലായിട്ട് ചിന്താമണി കൊണ്ട് ചിന്താമണി തന്നെ ആക്കി തരുന്ന ഒരു നിലയ്ക്കും ഒരു ഭക്തനായി തീരുമ്പോ. എന്താ ജിഷ മാതാജിന് എന്താ അഭിപ്രായം? അതന്നെ പ്രവിച്ച, ഒരു ജ്ഞാനി ഗുരു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര ഒരു തന്റെ ജ്ഞാനം മറ്റുള്ളവരേക്ക് കാണിച്ചു കൊടുത്ത് അതിലൊരു ആനന്ദം കണ്ടെത്തും. ഒരു സെൽഫിഷ്, ഒരു കുറച്ചൊരു ഇഗോ അതെല്ലാം വരും. പക്ഷെ ശുദ്ധവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ളവരെയും കൂടിയും ഭക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം അത് ഉപയോഗിക്കും. യെസ്, ജ്ഞാനി gives information, knowledge. അത്രേ ഉള്ളൂ. ജ്ഞാനിക്ക് ഒരു നോളജ് പറഞ്ഞു തരാം, ഒരു അറിവ് പകർന്നു തരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഭക്തൻ ഗുരു ആകുമ്പോ ഭക്തൻ എന്ത് ചെയ്യും? നമ്മളുടെ ആ അജ്ഞാനത്തെ കളഞ്ഞ് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതായത് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മിലിതം എന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. So he dissipates the darkness born out of ignorance. Okay, നമ്മളുടെ അറിവില്ലായ്മെന്ന് അറിവിലേക്ക് ഒരു റിയലൈസ് നോളജ് നമുക്ക് തരും. പിന്നെ നമ്മളെയും അതേപോലെ ഒരു ഭക്തനാക്കി മാറ്റും. അതാണ് ഗുരു. ഗുരു മീൻസ് വൺ ഹു ഡിസിപ്പേറ്റ്സ് ദ ഡാർക്ക്നെസ് ആൻഡ് ബ്രിങ്സ് ലൈറ്റ് ഇൻ അവർ ലൈഫ്. മറ്റത് ഹി മേ ഗിവ് സം നോളജ്. ഒരു ജ്ഞാനി അദ്ദേഹത്തിന് അറിവുണ്ട്,
പക്ഷെ അദ്ദേഹം അറിവ് പകരും. അത് നമ്മൾ എത്രത്തോളം അത് എടുക്കുന്നു, എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നു, അതൊന്നും അദ്ദേഹം നോക്കില്ല. നേരെ ഭക്തൻ അങ്ങനെയല്ല. ഭക്തൻ അത് നോക്കും. ഭക്തൻ അതിനനുസരിച്ചിട്ടുള്ള സർവീസും ചെയ്യും. തന്റെ ശിഷ്യന്മാരെ എങ്ങനെയെങ്കിലും ഈ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ ശ്രമിക്കും. ഈ രണ്ട് ഗുരുക്കൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് ബുക്കിഷ് നോളേജ്. നമുക്കൊരു ബുക്ക് കിട്ടി, അറിവ് കിട്ടി, ഓക്കെ, ഇന്നതൊക്കെയാണ് കാര്യങ്ങള്. പക്ഷെ അത് നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ആരും നോക്കാൻ ആരുമില്ല. ജ്ഞാനി അത് ചെയ്യില്ല, അതിന്റെ പിന്നാലെ. നേരെ മറിച്ച് ഭക്തൻ അതിന്റെ പിന്നാലെ വരും. ഓ, നിങ്ങൾ ചാൻഡ് ചെയ്തോ, നിങ്ങൾ വേറെ വല്ലതും ചെയ്തോ, സർവീസ് ചെയ്തോ, അല്ലെങ്കിൽ വായിച്ചോ. Oh, this is, so somebody will be after that, because that is the interest of the bhakta. Bhakta wants to see the other living also gets delivered from this material existence. So that's the difference between a jnani and bhakta. Clear or no? Clear. Okay, next. 632. Atmaupamyena sarvatra samam pashyati yo Arjuna sukham va yadi va dukham sayogi paramo matah. Okay. ആരാ വായിക്കുന്നത്? ജിഷ മാതാജി. ആരാ നേരത്തെ വായിച്ചത്? നിഷ മാതാജി, ജിഷ മാതാജി. Okay, so आत्मौपन्ये सर्वत्र समपश्यति योर्जा सुखं वा यदि वा दुःखं स योगी परमो मदः. Santosh Prabhu translation. He is a perfect yogi who, by comparison to his self, sees the true equality of all beings in both their happiness and their distress. O Arjuna. Very good. He is a perfect yogi who, by comparison to his own self, sees the true equality of all beings in both their happiness and their distress, O Arjuna. One who is Krishna conscious is a perfect yogi. He is aware of everyone's happiness and distress by dint of his own personal experience. അപ്പോൾ ആരാണ് ശരിക്കുള്ള യോഗി? ഒരു കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ആണ്. He is aware of everyone's happiness and distress by dint of his own personal experience. സ്വന്തം അനുഭവത്തിൽ കൂടെ മറ്റുള്ളവരുടെ ദുഃഖത്തിനെയും സുഖത്തിനെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളാണ് ഒരു ഭക്തിയോഗി. എങ്ങനെ കുറഞ്ഞാലും ശ്രീല പ്രഭുപാദ തിരിച്ചും മറിച്ചും ഭക്തി യോഗത്തിൽ കൊണ്ടുവരും. ഏത് യോഗം സംസാരിച്ചാലും ശരി. അത് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷനും കൂടി ആവുമ്പോ കറക്റ്റ് ആവും. പിന്നെ മാറ്റമില്ല. എങ്ങനെ വേണാലും നാല് കാലം. എന്തായാലും മടുപ്പ് എങ്ങനെ എത്ര റിപ്പീറ്റ് ചെയ്താലും മടുപ്പ് വരില്ല. ഏത് തരത്തിലായാലും അതാണ് പോയിന്റ് വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കിട്ടും. അപ്പൊ കറക്റ്റ് ആണ്, ശരിയാണ് ഫോളോ ചെയ്യേണ്ടത്. അത് സത്യം, നമ്മളത് അത്രയും വിശ്വസിച്ചു. The cause of the distress of a living entity is forgetfulness of his relationship with God. അപ്പൊ നമ്മുടെ എന്താ പറയാ ഈ അവസ്ഥയുടെ കാരണം എന്താ, ദുഃഖത്തിന്റെ കാരണം എന്താ? നമ്മൾ ഭഗവാനെ മറന്നിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ വിഷമത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. And the cause of happiness is knowing Krishna to be the supreme enjoyer of all the activities of the human being, the proprietor of all lands and planets, and the sincerest friend of all living entities. ഏതാണ് ശ്ലോകം? ഭോക്താനാം യജ്ഞതപസാം അവർക്കാണ് സർവലോകീശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. അപ്പൊ അവർക്കാണ് ശാന്തി ലഭിക്കുക. ആർക്ക്? ഭഗവാനാണ് എല്ലാം അറിയുന്നതാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിട്ടുള്ള ഭഗവാനാണ് എല്ലാത്തിന്റെയും ഭോക്താവ്. എല്ലാ യജ്ഞത്തിന്റെയും തപസ്സുകളുടെയും ഭോക്താവും എല്ലാവരുടെയും സുഹൃത്തും അദ്ദേഹമാണെന്ന് മനസ്സിലാക്കുന്ന ഒരുവന് മാത്രമേ ശാന്തിയുള്ളൂ എന്ന് പറയുന്നത്. So the perfect yogi knows that the living being who is conditioned by the three modes of material nature is
subjected to the threefold material miseries due to forgetfulness of his relationship with Krishna. എന്തുകൊണ്ടാണ് നമുക്ക് ഈ എന്താണ് ത്രിഗുണ വിഷമങ്ങള്, ത്രീ ഫോൾഡ് മിസറീസ് എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? കാരണം എന്താ? ഭഗവാനെ മറക്കുന്നുള്ളതുകൊണ്ട്. ഇങ്ങനെ ഇത്രയും ഐശ്വര്യമുള്ള ഒരു ഭഗവാൻ, ഒരു ഫാദർ, സുപ്രീം ഫാദർ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് നമ്മളുടെ ശക്തിയുടെ ആ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു വളരെ വളരെ ധനികന്റെ ഒരു മകൻ ഒരു മേളയിൽ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ആ മകനെ ഒരാൾ വന്നിട്ട് പറയുന്നു, ഓ നീ കുട്ടി എന്താ കരയുന്നത്? അച്ഛനെ കാണേണ്ട കുട്ടിക്ക് അറിയാണ്. ഒരാൾ വന്നിട്ട് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു. ഓക്കെ, ചോക്ലേറ്റ് കിട്ടിയപ്പോൾ കുറച്ചു നേരം കുട്ടി കരച്ചിൽ നിർത്തി. ഓക്കെ, അപ്പൊ അയാൾ പോയി. വേറെ ആൾ വന്നു, ഓ തണുപ്പുണ്ടോ, ഞാനൊരു ബ്ലാങ്കറ്റ് മേടിച്ചു തരാൻ ബ്ലാങ്കറ്റ് മേടിച്ചു കൊടുത്തു. കുറച്ചു നേരം ബ്ലാങ്കറ്റിന്റെ അടിയിൽ കിടന്നുറങ്ങിയപ്പോ കുട്ടി കുറച്ച് നീച്ചപ്പോ വീണ്ടും കരയാൻ തുടങ്ങി അച്ഛനെ അന്വേഷിച്ചിട്ട്. പിന്നെ ആരോട് വന്നേ വയറുവേദനയുണ്ടോ അല്ലെങ്കിൽ തലവേദനയുണ്ടോ അത് മരുന്ന് കൊടുത്തു. അപ്പോഴും കുട്ടി കുറച്ചു നേരം എന്തായി. പക്ഷെ വേറെ ആൾ പറഞ്ഞു, കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ഇത് വലിയൊരാളുടെ മകനാണല്ലോ. അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചപ്പോ ഒരാളുടെ മകനാണ്, വളരെ ധനികനായിട്ടില്ല. അപ്പൊ ഈ കുട്ടിയെ ആ ധനികന്റെ തന്റെ സ്വന്തം അച്ഛന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു. അച്ഛനും ഭയങ്കര സന്തോഷമായി, മകനും സന്തോഷമായി. അപ്പൊ മകന് ആവശ്യമില്ല ബ്ലാങ്കറ്റും ചോക്ലേറ്റും മരുന്നും എന്ത് വേണമെങ്കിലും അച്ഛന് കൊടുക്കേണ്ട കഴിവുണ്ട്. അപ്പൊ ഏതാണ് ഏറ്റവും നല്ലൊരു ആള്? ചോക്ലേറ്റ് കൊടുത്ത ആളോ, മരുന്ന് കൊടുത്ത ആളോ, ബ്ലാങ്കറ്റ് കൊടുത്ത ആളോ, അതോ ഈ അച്ഛന്റെ അടുത്ത്? അല്ലേ? അതാണ് ഒരു ഭക്തിയോഗിയുടേത്. അതാണ് ഒരു ഭക്തിയോഗി ചെയ്യുന്നത്. തിരിച്ച് തന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടേക്കാണ്. മറ്റൊരു നോളജ് തരുന്നു, അല്ലെങ്കിൽ കുറെ ഫോർ എക്സാമ്പിൾ നല്ലൊരു വീടുണ്ടാക്കി തരുന്നു, നല്ല ഒരു ഭക്ഷണം തരുന്നു നേരം, അല്ലെങ്കിൽ നല്ല ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ തരുന്നു, അല്ലെങ്കിൽ കുറച്ച് പൈസ തരുന്നു. അവരെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ അതുകൊണ്ട് അൾട്ടിമേറ്റ് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അൾട്ടിമേറ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ റിലേഷനെ ആര് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നോ, കൂട്ടിച്ചേർത്തുന്നോ, അദ്ദേഹമാണ് ദ ബെസ്റ്റ് വെൽവിഷർ. ഓക്കെ, അപ്പോ ഇത് നമ്മളിപ്പോ മറന്നിരിക്കുകയാണ്. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം മറന്നിരിക്കുകയാണ്. ആ ബന്ധത്തിനെ വീണ്ടും നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഒരു ഭക്തനാണ് ചെയ്തു തരുന്നത്. മറ്റവരൊക്കെ ഒരു ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന പോലെ ഉള്ളൂ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ? ഓക്കെ, വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ആ വിശപ്പ് മാറുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും വിശന്നു. വസ്ത്രം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പെയർ വസ്ത്രം കൊടുത്താൽ ഒരു 3 മാസം 6 മാസം 1 കൊല്ലം വരുമ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും വേണം, അല്ലേ? ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ ഇപ്പൊ 1,00,000 വീട് പദ്ധതി ഉണ്ട് നമ്മുടെ അവിടെ. അപ്പൊ ആ 1,00,000 വീട് പദ്ധതി കൊടുത്താൽ, ഒരാൾക്ക് വീട് കൊടുത്താൽ കുറച്ചു കാലം സൂഹിക്കും. അത് കഴിഞ്ഞാൽ ഇത് ചെറുതായല്ലോ, എനിക്ക് കുറച്ചുകൂടി വലുത് വേണ്ടേ, കുറച്ചും കൂടി വലുത് കിട്ടിയാൽ അതിനേക്കാളും വലുത് വേണം. എന്നിട്ട് നാട്ടിലെന്താ ചെയ്യാ കുറച്ച് കഴിഞ്ഞാൽ വീടിനെ വെക്കും, വേണ്ടി അപ്ലൈ ചെയ്യും ഗവൺമെന്റിന്റെ അടുത്ത്. അങ്ങനെ അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു തൃപ്തി ഇല്ല. ആ തൃപ്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ഒറിജിനൽ വീട്ടിലെത്തണം. ഓക്കെ, നമ്മളിപ്പോ ആകെ നമ്മുടെ സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് പുറം ലോകത്ത് പോയിട്ട് സൂഹിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ മായ, അതാണ് ഇവിടെ ത്രീഫോൾഡ് മിസറീസ്. ഓക്കെ, ആ ത്രീഫോൾഡ് മിസറീസ് എന്താണ്? ഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. യെസ്, അപ്പൊ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ആയിട്ടുള്ള ഈ ത്രീഫോൾഡ് മിസറീസ് കൊണ്ട് നമ്മൾ ഇവിടെ ഈ മായാ ലോകത്ത്, ഭൗതിക ലോകത്ത് ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ തിരിച്ച് നമ്മളുടെ അച്ഛന്റെ അടുത്താണ് എത്തുകയാണെങ്കിൽ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഇതൊന്നും നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ആൻഡ് ബിക്കോസ് വൺ ഈസ് കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ഹാപ്പി, he tries to distribute the knowledge of Krishna everywhere. അതാണ് ഒരു ഭക്തന്റെ ഒരു ഗുണം. So he not only he enjoys, he wants to give it to others. Okay, സ്വന്തം ഞാൻ മാത്രം വെക്കുക, ഞാൻ മാത്രം ശരിയാവണമെന്നല്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്.
Since the perfect yogi tries to broadcast the importance of becoming Krishna conscious, he is the best philanthropist in the world and he is the dearest servitor of the Lord. Okay, nacha tasman manusheshu kastin me priya krutamaha. Bhagavad Gita 18.69 പറയുന്നത് ഭഗവാൻ എന്റെ സന്ദേശങ്ങള് എന്റെ നിർദ്ദേശങ്ങള് ഏതൊരുവൻ മറ്റൊരുവന് പറഞ്ഞു കൊടുക്കുന്നു അവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ എനിക്ക് എന്ന് പറയുന്നുണ്ട് അല്ലെ 18.69 അപ്പോ അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം സ്വയം മാത്രം അനുഭവിക്കുക അല്ല മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം he is the best yogi because he does not desire perfection in yoga for his personal benefit but tries for others also സ്വന്തം ഗുണത്തിനു വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി സഹായിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ് he does not envy his fellow living entities ഭൗതിക ലോകത്തിൽ നമ്മൾ സ്വതവേ കണ്ടുവരുന്ന ഒരു ഇതാണ് അല്ലെ എനിക്ക് മാത്രമേ മറ്റുള്ളവർക്ക് പാടില്ല അപ്പൊ എന്റെ സന്തോഷം മറ്റുള്ളവരുടെ ഇതിനെ ആശ്രയിച്ചിരിക്കും സന്തോഷത്തെ ആശ്രയിച്ചിരിക്കും മറ്റുള്ളവർ സന്തോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷം കൂടും അങ്ങനല്ലേ മറ്റുള്ളവർ ദുഃഖിക്കാവുമ്പോ എന്റെ സന്തോഷം കൂടും മറ്റുള്ളവർ കൂടെ സന്തോഷിക്കുമ്പോ എനിക്ക് ദുഃഖം വരും അല്ലേ അതല്ലേ ഇവിടെ ഭൗതിക ലോകത്തിലത്തെ എനിക്ക് 3 bedroom ഫ്ലാറ്റ് ഉണ്ട് സന്തോഷ് ബാബുന് 5 bedroom ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ഞാനത് അയ്യോ സന്തോഷ് ബാബുനുണ്ടല്ലോ എനിക്കില്ലല്ലോ അങ്ങനല്ല ചിന്തിക്കുക അങ്ങനെയില്ല പക്ഷെ നമ്മുടെ ശത്രുക്കൾക്കൊക്കെ പലതൊക്കെ പറ്റുന്ന സമയത്ത് കുറച്ചൊക്കെ സന്തോഷം എന്താ പറഞ്ഞ പണി കിട്ടുന്ന സമയത്തെ നന്നായി പണി കിട്ടട്ടെ വിചാരിക്കും സ്വതവേ ഈ മറ്റേ വേൾഡ് ഭൗതിക ലോകത്തിൽ വരുമ്പോ സങ്കടം വരും നമ്മുടെ ശത്രുക്കൾക്ക് വരുമ്പോ സമ്മതിക്കും പക്ഷെ മിത്രങ്ങൾ വരുമ്പോ നമുക്ക് സങ്കടം യെസ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് യു ആർ റൈറ്റ് പക്ഷെ ചില സമയത്ത് തോന്നും അയ്യോ ഇല്ലല്ലോ എന്നുള്ളത് പക്ഷെ ഈ നമ്മളെ ഈ കൃഷ്ണാവബോധത്തിൽ വരുമ്പോ സ്പിരിച്വൽ നോളജ് കിട്ടുമ്പോൾ ഇതെന്നെല്ലാം മറികയറും കാരണം വെച്ചാൽ നമുക്കറിയാം ഇതെല്ലാം താത്കാലികമാണ് ഇത് വന്നും പോയി കൊണ്ടിരിക്കും ഇന്ന് എന്റെ പോക്കറ്റിൽ നാളെ നിങ്ങളുടെ പോക്കറ്റിൽ മറ്റന്നാൾ വേറെ ആളുടെ പോക്കറ്റിൽ അതേപോലെ നമ്മുടെ പേര് പ്രശസ്തി എത്ര പ്രശസ്തി എടുത്ത ആൾക്കാരും ഏതെങ്കിലും ഒരു ചെറിയൊരു കണ്ടെങ്കിൽ അത് മാത്രം പൊക്കി പിടിച്ച് കാണിക്കും അത്രയും കാലം നമ്മൾ ചെയ്ത ഒന്നും ആരും പറയില്ല എന്തെങ്കിലും അബദ്ധത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പണം അടുത്ത നിമിഷം ഉണ്ടായിരിക്കും അറിയാൻ പറ്റില്ല അതേപോലെ നമ്മളുടെ ബന്ധുക്കാര് ഓക്കെ അവരെ എത്ര കാലം ജീവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്കുള്ള ഒരേ ഒരു ധനം സ്പിരിച്വാലിറ്റിയാണ് ഭഗവാൻ മാത്രമാണ് അത് എന്നേക്കും ഉണ്ടാവും ഒരിക്കലും വിട്ടുപോകില്ല പക്ഷെ മറ്റതെല്ലാം വന്നും പോയി കൊണ്ടിരിക്കും ചില സമയത്ത് ഉണ്ടായിരിക്കും ചില സമയത്ത് ഉണ്ടായിരിക്കില്ല അപ്പൊ അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല റിയലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതറിയുന്ന ഒരാള് ഒരിക്കലും ഏത് എത്ര കുമ്പത്ത് എത്തിയാലും ശരി ഒരു പരിഭ്രമം ഉണ്ടാവില്ല ഒരു വിഷമം ഉണ്ടാവില്ല അവര് നന്നായി കാണിച്ചാൽ അവർക്ക് ആ സുഹൃതി ഉണ്ട് ഒരാൾക്ക് എന്തെങ്കിലും എന്താ പറയാ കഷ്ടപ്പെടുന്നു അതും ഭഗവാന്റെ ഒരു മേഴ്സിയാണ് ആ കഷ്ടപ്പാട് തീർന്നിട്ട് അവർ നല്ല രീതിയിൽ വളർന്നു വരും അപ്പൊ നമുക്ക് അതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് നമുക്ക് ഒരു എൻവിയസ്നെസ് വരില്ല വരാൻ പാടില്ല വരും വരുത് കാരണം നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറ്റ്ലീസ്റ്റ് ഒരു തിയററ്റിക്കൽ വേ നമുക്കറിയാം പിന്നെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രാക്ടീസിങ് ഇറ്റ് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്കത് പ്രാക്ടീസ് ചെയ്ത് വരാം അപ്പൊ അങ്ങനെ നമ്മൾ പതുക്കെ ഇവിടുത്തെ ഈ ഭൗതിക ലോകത്തെ സോ കോൾഡ് പ്രാക്ടീസസ് മറികടക്കണം അല്ലെങ്കിൽ ഇത് സ്ക്രിപ്ചർ അറിയാത്ത എല്ലാവരും ഒന്നല്ല ഫോർ എക്സാമ്പിൾ ഇന്നലത്തെ ക്ലാസ് ഞാൻ പറയായിരുന്നു ഒരു കുട്ടിയോട് ചോദിച്ചു അതായത് ആ കുട്ടിയോട് 98% മാർക്ക് കിട്ടിയാൽ സന്തോഷമായാലേ ചോദിച്ചു തീർച്ചയായിട്ടും 98%. പക്ഷെ ആ കുട്ടിയുടെ ഫ്രണ്ടിന് 98.5% മാർക്ക് കിട്ടിയാൽ എന്തായിരിക്കും ചോദിച്ചു. സോ ഐ വിൽ ബി വെരി അൺഹാപ്പി എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? 98% മാർക്ക് കിട്ടിയ ആ കുട്ടി പറഞ്ഞ 98% മാർക്ക് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷം. പക്ഷെ കൂടെ ഇരിക്കുന്ന കുട്ടിയെ 98.5 കിട്ടിയാൽ സങ്കടം.
അപ്പൊ എന്താണ് കാരണം? ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ ഇതിനെ അനുസരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പാടില്ല. കാണിച്ചാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന നമ്മളോട് തന്നെ. ഇന്ന് എനിക്ക് 98 കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതിനേക്കാളും കൂടുതൽ കിട്ടാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ പറ്റി നമ്മൾ ബോധം ചെയ്യാൻ പാടില്ല, അവരെ കമ്പയർ ചെയ്യാൻ. കാണിച്ചാൽ എല്ലാവരും യൂണീക്കാണ്. ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ഡെസ്റ്റിനി ഉണ്ട്. അതനുസരിച്ച് കിട്ടും. നമ്മൾ വെറുതെ അങ്ങനെയാണ് ഇത് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയും പല കുട്ടികളും പല സാഹസ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാണിച്ചാൽ ഇത് നമുക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തത്വം മനസ്സിലാക്കണം, ആത്മീയ തത്വം. അപ്പൊ ഒരിക്കലും ഒരാൾ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കില്ല. ഓരോരുത്തരും യൂണിക്കാണ്. നമ്മൾ ഒരാളെയും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ അടുത്ത വീട്ടില് അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആ രമേഷിന് കണ്ടോ, അവൻ എന്താണ്? അവന് നന്നെ പോലെ അല്ലേ? അവന് 98%, നമുക്കെന്താ 92%? കമ്പയർ ചെയ്യാറില്ലേ നമ്മള്? അവനേക്കാളും കൂടുതൽ പൈസ നമുക്ക് വേണ്ടി ചെലവാക്കുന്നു, കൂടുതൽ സമയം ഞാൻ ചെലവാക്കുന്നു, എന്നിട്ട് നീ ഇത്രയും മാർക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പല കംപ്ലൈന്റും. അപ്പൊ അതൊരു ഡിമോട്ടിവേഷൻ ആണ് കുട്ടികൾക്ക്. ഓക്കെ, അപ്പോ ഇത് സോറി ഇത് ആത്മീയ ജ്ഞാനമുള്ള മനസ്സിലാക്കും. അപ്പൊ ആത്മീയ ജ്ഞാനമുള്ള ഒരാൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മളും ഇതിനെപ്പറ്റി പഠിക്കണം. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ചലഞ്ചിങ് സിറ്റുവേഷനിലും ഇത് മറികടക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ ഭക്തി മാർഗത്തിൽ വന്നാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വരാൻ പോകുന്ന പ്രശ്നം എപ്പോഴും വരും. വരാൻ പോകുന്ന വഴിയെ തങ്ങില്ല പറയില്ലേ? അത് എപ്പോഴും. പക്ഷെ എന്താണ് വ്യത്യാസം? ഒരു സാധാരണക്കാരനും ഒരു ഭക്തി മാർഗത്തില് ജീവിക്കുന്ന ഒരാൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് വ്യത്യാസം? പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? അത് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണ്ടു ചെയ്തിട്ട് നമുക്ക് ശാന്തനായി തീരാൻ പറ്റും. പക്ഷെ ഭക്തിമാർഗത്തിലല്ലാത്തവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് നശിച്ചു തന്നെ. അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് വേവലാതിപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാക്കിയത്. ഒരു ഭക്തിമാർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ കൊടുക്കും. ഏതൊരു സിറ്റുവേഷനെയും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ മറികടക്കാനുള്ള ആ ശക്തി, ഒരു ശക്തി വേണമല്ലോ. അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പതറും. ഈ വിവരമില്ലാത്ത, ഈ നോളജ് ഇല്ലാത്ത, ഈ അറിവില്ലാത്ത ആൾക്കാര് കാണിച്ചാൽ കമ്പാരിസൺ, അൺനെസറി കമ്പാരിസൺ. അവർക്കുണ്ട്, എനിക്കില്ല, എനിക്കുണ്ട്, അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള അൺനെസറി കമ്പാരിസൺ, എന്നിട്ട് അതിൽ വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കറിയാം, എനിക്ക് ഭഗവാൻ ഒന്ന് തന്നിട്ടുണ്ട്, അതേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ തല കുത്തി മറിഞ്ഞാലും ശരിയായാലും ഇത് കിട്ടില്ല. അപ്പൊ അത് നല്ല ഉറച്ച വിശ്വാസം. പക്ഷെ എന്നെ കുറച്ചുകൂടി ശക്തിമാനാക്കുന്ന അല്ലെങ്കിൽ ശക്തി തരുന്നത് ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ ഏത് സാഹചര്യത്തിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സഹായം നമുക്ക് കിട്ടും അതിനെ തരണം ചെയ്യാന്നുള്ള. അതുകൊണ്ട് ഭക്തിമാർഗത്തിലിരിക്കുന്ന ദുഃഖം വരുന്നില്ല, വിഷമം വരില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അതേപോലെ വരും. പക്ഷെ അതിനെ മറികടക്കാനുള്ള, ആ ചലഞ്ചിങ് സിറ്റുവേഷനെ മറികടക്കാനും അതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഭഗവാൻ തീർച്ചയായിട്ടും അപ്പൊ തരും. അതാണ് ഭക്തർക്കുള്ള ഒരു സഹായം ഭഗവാന്റെ. വലിയൊരു എക്സാമ്പിള് മകൻ മരിച്ചപ്പോ സ്വന്തം ഉണ്ണിക്കണ്ണൻ മനസ്സിലിരിക്കുമ്പോൾ ഉണ്ണികൾ മറ്റണമോ മക്കള എന്ന് ആ ഒരു വിശ്വാസം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ സാധാരണക്കാർക്ക് എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ സമാധാനിക്കാൻ പറ്റുമോ? ഇതൊരു സാധാരണ മനുഷ്യനാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പറ്റില്ല. ജീവിതകാലം മുഴുവന് ഇതന്നെ പറഞ്ഞ് വ്യാകുലപ്പെട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ നമുക്ക് ഗുണം? ഒരു ഗുണമില്ല. പ്രഭുജി, എല്ലാവരും പറയാറുണ്ടല്ലോ, ഇത്രയും കുറെ ഭക്തി ഉണ്ടായിട്ടും എപ്പോഴും ദുഃഖാണല്ലോ അവർക്ക് വരുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ. എന്തിനാ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ? എത്ര പ്രാർത്ഥിച്ചാലും കണ്ടില്ലേ, ദുഃഖവും സങ്കടങ്ങളും മാറില്ല എന്ന് എപ്പോഴും പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടുള്ള അതില്ല ബാണ്ണുണ്ടല്ലോ, അത് കഴിയണ്ടേ? അതെ അതെ.
ഈ ജന്മത്തിലല്ലല്ലോ, ഒരുപാട് ജന്മത്തിൽ ചെയ്ത് കൂട്ടിയ ആ കർമ്മഫലം ഉണ്ടല്ലോ. അപ്പൊ അത് അനുഭവിച്ച് തീർന്നേ പറ്റൂ. അത് മാത്രമല്ല, ഇനി മുതൽക്ക് അങ്ങനത്തെ പാപങ്ങൾ ചെയ്യാതിരിക്കും വേണം. അപ്പൊ ഇത് കഴിഞ്ഞാലും ഇനി ചെയ്തു വരുമ്പോ വീണ്ടും വീണ്ടും കൂടി വരില്ലേ. അപ്പോ നമ്മളുടെ സ്റ്റോക്കിലുള്ളത് കഴിക്കും വേണം, ഇനി സ്റ്റോക്ക് വരാനും പാടില്ല. അപ്പൊ അത് മനസ്സിലാക്കുന്നില്ല ആൾക്കാര്. അപ്പം പുറമെ ആളാകുമ്പോ നിങ്ങൾ ഇത്ര ഭക്തി ചെയ്തിട്ട കാര്യം, നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നില്ലേ, ആ പ്രശ്നം, ജോലി പോയില്ലേ, ശമ്പളം കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ കൊറോണ ബാധിച്ചില്ലേ, അതെല്ലാം വരേണ്ടത് സമയം കാണിച്ച് നമ്മൾ അത്രയും ചെയ്തുകൊണ്ട് അതിന്റെ നമ്മൾ അനുഭവിച്ച് തീർന്നേ പറ്റൂ. പ്രാരാബ്ധ കർമ്മമാണ്. നമ്മൾ നേരെ ഭഗവാൻ ടോട്ടൽ സമർപ്പണം ചെയ്യാനുള്ള ഒരു ഇതിലല്ല, അപ്പോ നിലയിലല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജന്മം കൊണ്ടെല്ലാം കഴിയും. അപ്പൊ ഇതെല്ലാം കഴിയാൻ വേണ്ടി പെട്ടെന്ന് വരും ചെയ്യും. അങ്ങനെ ആ പാതയിൽ പോകുന്ന ഒരു ഭക്തൻ എന്ത് പറ്റും, അദ്ദേഹത്തിന്റെ ഈ കർമ്മഫലം എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വീണ്ടും വീണ്ടും വരും. പെട്ടെന്ന് ഫിനിഷായി ആ ജന്മത്തിൽ തന്നെ അയാൾ പോവുകയും ചെയ്യും. ചിലപ്പോ അടുത്ത ജന്മങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ജന്മങ്ങളില് നമ്മുടെ ആരാണ് പറഞ്ഞത്, വില്യമംഗലം ഠാക്കൂറിന്റെ കാര്യമല്ലേ പറഞ്ഞത്, വയറുവേദന വന്ന സമയത്ത്. അതെ പ്രഭുജി, അതെ അതെ. ഒരു വില്യമംഗലം ആദ്യം ഭഗവാൻ വിളിച്ചു ഒന്നും ഇതില്ല, വയറുവേദന മാറുന്നില്ല അല്ലേ, കുറെ പ്രാവശ്യം ഭഗവാൻ വന്നില്ല. എന്നിട്ട് ഒരു സുഹൃത്ത് വന്നിട്ട് ഒന്ന് മരുന്ന് കൊടുത്തു, മാറി. ഭഗവാൻ വിചാരിച്ചിരുന്നു ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിനെ കരകയറ്റാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ. പക്ഷെ അതുകൊണ്ട് ഇനി ഇത് അനുഭവിച്ച് തീരാനുള്ള ഇനി 2-3 ജന്മം കൂടി എടുക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്കത്. അപ്പൊ ഇതെന്ന് എന്താ പഠിക്കണേ, അപ്പൊ നമ്മൾ ഭക്തി മാർഗത്തിൽ ചിലപ്പോ നമ്മുടെ ബാക്കിയുള്ള കുറെ പ്രാരാബ്ധ കർമ്മങ്ങളെ പെട്ടെന്ന് വന്ന് അത് തീരും, ഒന്നിന്റെ പിന്നാലെ ഒന്ന് വരും. അപ്പൊ നമ്മൾ പതറാൻ പാടില്ല, പിന്നിലോട്ട് പോകാനും പാടില്ല. സോ ഒരുപാട് കൂടി വരുന്തോറും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഭഗവാനോട് കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും വന്നുള്ള നിർബന്ധമില്ല. അതെ അതെ. ഓരോരുത്തരുടെ കർമ്മഫലം എന്താണ്, എത്ര പെർസെന്റേജിന്റെ നമ്മുടെ ബാങ്കിൽ ബാലൻസ് നമുക്ക് അറിയാൻ പറ്റില്ലോ. ചില ആൾക്കാരുടെ 1 രൂപ ആവും, ചിലപ്പോൾ 10 രൂപ ആവും, ചിലപ്പോൾ 100 ആയിരിക്കും, ചിലപ്പോൾ 1000 ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിരിക്കും. നമുക്ക് അതിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് അവന് വരുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് വരുന്നില്ല, എനിക്ക് മാത്രം ദുഃഖം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. So, is it clear? അടുത്തൊരു സ്ലോങ് കൂടി എടുക്കാം അല്ലേ. അതെ, ഒരു മിനിറ്റ് നീ എടുക്കണോ അതോ അടുത്ത ആഴ്ച എടുത്താൽ മതിയോ?